തീരപ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ കടലാക്രമണത്തിന്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങൾ ആണ് കടലാക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ 590 കിലോമീറ്ററും തീരസംരക്ഷണ നടപടികൾ സംരക്ഷണ ഭിത്തി കെട്ടിയും ജിയോ ടെക്സ്റ്റൈൽ ട്യൂബുകളിട്ടും ടെട്രാപോഡ് ഇട്ടും എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാം നല്ല സഹായവും ഫണ്ടിന്റെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. എന്നിരുന്നാലും സർക്കാരിന്റെ പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം കടലാക്രമണത്തിന്റെ ഘട്ടത്തിൽ വലിയ സമരങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കാരണം 25 കിലോമീറ്റർ മാത്രം നീളവും 3 കിലോമീറ്റർ മാത്രം വീതിയുമുള്ളൊരു കരയിൽ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് തന്നെ കടലാക്രമണം വന്ന് വെള്ളമൊക്കെ കയറി ആളുകളുടെ ജീവിതം വലിയ പ്രയാസകരമായി. അന്ന് ആ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ബഹുമാന്യനായ ജില്ലയിലെ മന്ത്രി ശ്രീ പി രാജീവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അപ്പോൾ വൈപ്പിനിലെ കടൽ തീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 പ്രോജക്റ്റുകളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് മദ്രാസ് IITയുടെ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടുണ്ട്. അത് കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ളതാണ്. 60% കേന്ദ്രവും 40% സംസ്ഥാനം വിഹിതവും ചേർന്നുകൊണ്ടൊരു പദ്ധതിയാണ് IIT പഠനം. മറ്റൊന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പഠനമുണ്ട്, നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് നടത്തിയ പഠനം. മറ്റൊന്ന് ഇറിഗേഷന്റെ പഠനം. ഇങ്ങനെ 3 റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ടുകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ട് വൈപ്പിനിൽ, എടവനക്കാടും നായരമ്പലത്തുമാണ്. കേരളത്തിൽ 10 ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച സന്ദർഭത്തിൽ നമ്മുടെ ഈ 2 ഹോട്ട്സ്പോട്ടുകൾ യഥാർത്ഥത്തിൽ വന്നിരുന്നില്ല. പിന്നീട് അതിന്റെ പഠനമൊക്കെ നടത്തി അതിന്റെ നടപടികൾ മുന്നോട്ട് പോകും. ഇതിനിടയിൽ അന്ന് ചേർന്ന ആലോചന യോഗത്തിൽ ഉയർന്നു വന്നൊരു കാര്യം, അന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ തീരസദസ്സുണ്ട്. 47 മണ്ഡലങ്ങളിൽ നടത്തിയ, മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത തീരസദസ്സിൽ എടവനക്കാട് പഞ്ചായത്തിന്റെ, പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റ് ശ്രീമതി ഹസീന ഉൾപ്പെടെയുള്ള ആളുകളുടെ നിവേദനവും അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് അന്ന് എടുത്ത ഒരു തീരുമാനം 55 കോടി രൂപ ഇതെങ്ങനെ സമാഹരിക്കാമെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ജിഡ, ഗോശ്രീ ദ്വീപുകളുടെ വികസനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട് ജിഡയുടെ ഫണ്ട് കുറച്ച് വിനിയോഗിക്കണം, ബാക്കി നമ്മുടെ ദുരന്ത നിവാരണ ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിക്കണം എന്നാണ് തീരുമാനം. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജിഡയുടെ ജനറൽ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. എടവനക്കാട് കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു 35 കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള എടവനക്കാട് നായരമ്പലം പ്രദേശത്ത് അതിനൊരു വലിയ ആശ്വാസമായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ അത്ര രൂക്ഷമല്ല. അപ്പൊ ആ 35 കോടി രൂപയും ബാക്കി ദുരന്ത നിവാരണ ഏജൻസിയുടെ ഫണ്ടും കൂടി വരുമ്പോൾ അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കടലാക്രമണം പൂർണ്ണമായും നമുക്ക് ചെറുക്കാൻ, പ്രത്യേകിച്ച് ചെല്ലാനം മാതൃകയിലുള്ള ടെട്രാപോഡൊക്കെ സ്ഥാപിച്ച് ഇതിന് കഴിയും. അപ്പൊ ആ ഒരു വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മറ്റൊന്ന്, അഴീക്കോട് മുനമ്പം പാലം അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മുനമ്പം ഭാഗത്തുള്ള ചില കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ആ പാലം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഏകദേശം 165 കോടി രൂപയുടെ പദ്ധതി ചെലവാണ്. അപ്പൊ അഴീക്കോട് മുനമ്പം പാലം വരുന്നതോടുകൂടി ആ റോഡ് ഭയങ്കര തിരക്കായി ഉള്ളതായി മാറണം. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ ചെറായിൽ നിന്നും പറവൂർക്കുള്ളൊരു ന്യൂ ബൈപ്പാസ് ജിഡയുടെ നേതൃത്വത്തിൽ ആ ഒരു പദ്ധതി പൂർത്തീകരിക്കാനായിട്ടുള്ള കാര്യത്തിനും ഇന്നലെ മുഖ്യമന്ത്രി അനുമതി നൽകിയിട്ടുണ്ട്. അത് വൈപ്പിൻ മണ്ഡലത്തിന്റെയും അപ്പുറത്തെ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ പറവൂർക്കും ആലുവയ്ക്കും എല്ലാം ഉള്ള ക്രോസിങ്ങിന് വലിയ സഹായം ചെയ്യുന്നതാണ്. പിന്നെ എന്തോ അത് നോക്കണം, അതിന്റെ കറക്റ്റ് പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് തരാവുന്നതാണ്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യങ്ങളിലൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് 2. അപ്പൊ അതുകൂടി ഒന്ന് നല്ല വാർത്താ പ്രാധാന്യത്തോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമപ്രവർത്തകരുടെ സഹായമുണ്ട്.